നമസ്കാരം. ഹാർവസ്റ്റ് ടിവിയുടെ മുഖാമുഖം പരിപാടിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. കേരളത്തിലെ പ്രമാദമായ കൊലക്കേസുകളിലൊന്നായ തിരുവല്ല മീന്തലക്കര കരിക്കൻവില്ല കൊലക്കേസ് നടന്നിട്ട് ഇപ്പോൾ 38 വർഷം പിന്നിടുന്നു. ആ കൊലക്കേസിലെ മുഖ്യ സൂത്രധാരൻ ഏറെ വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത മദ്രാസിലെ മോൻ എന്ന അപരനാമധേയത്തിൽ അറിയപ്പെട്ട റെനി ജോർജിൻ്റെ മാനസാന്തരവും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ക്രൈസ്തവ കൈരളിയിലും ഏറെ ശ്രദ്ധേയ വാർത്തയായിരുന്നു. നഷ്ടനാളുകളിലെ മുള്ളും പറക്കാരയും നിറഞ്ഞ ഓർമ്മകളെക്കുറിച്ച്, ദൈവസ്പർശിയായ ജീവിതത്തിലെ ശ്രദ്ധേയമായ അനുഭവങ്ങളെക്കുറിച്ച്, തൻ്റെ മുന്നിലുള്ള ലക്ഷ്യങ്ങളെക്കുറിച്ച് ഈ അഭിമുഖത്തിലൂടെ അദ്ദേഹം നമ്മോട് മനസ്സ് തുറക്കുകയാണ്. പ്രാർത്ഥനാപൂർവം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം, അദ്ദേഹത്തെ ശ്രദ്ധിക്കാം. യഥാർത്ഥത്തിൽ നമ്മുടെ സഭകൾ, ഞാൻ ആ ഒരു ചോദ്യത്തിലേക്ക് മടങ്ങി വരേണ്ടത് വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ ലഹരി മരുന്ന് ഉപയോഗം, 2 യുവജനങ്ങൾ, സഭയുടെ നട്ടിലെന്ന് പറയുമ്പോൾ യുവജനങ്ങളാണ്. ഈ യുവജനങ്ങളെ നശിപ്പിക്കുന്ന ഏറ്റവും കഠിനമായ ഒരു വിപത്തെന്ന് പറയുന്നത് ലഹരിയുമാണ്. അപ്പം ഈ 2 കാര്യങ്ങളിൽ നമ്മുടെ സഭകൾ കാര്യമായി, സഭാപ്രസ്ഥാനങ്ങൾ കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? സഭയ്ക്ക് അതിനുള്ള സമയമില്ല. ഞാനീ പറഞ്ഞ പോലെ പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറഞ്ഞുള്ള ഒരു രീതിയിൽ അങ്ങ് വിടുകയാണ്. കാരണം വെച്ചാൽ 99 വേണ്ടിയാണ് അവരുടെ ഇൻട്രസ്റ്റ്. നഷ്ടപ്പെട്ടു പോയ ഒന്നിനെക്കുറിച്ചുള്ള ഒരു ചിന്തയോ ഭാരമോ ഒന്നും സാധാരണ കാണിക്കാറില്ല. 99 ഉണ്ടല്ലോ, 99 എൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. സോ ഐ ഹാവ് നോ ടൈം. ലോസ്റ്റ് വണ്ണിന് വേണ്ടി വേറെ റെനി ജോർജിനെയോ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരെയൊക്കെ ദൈവം വെച്ചിട്ടുണ്ട്, അവർ നോക്കിക്കോളും. ഇങ്ങനെയുള്ളൊരു ചിന്തയാണ് സാധാരണ ക്രിസ്തീയ ഗോളത്തിൽ കണ്ടുവരുന്നത്. സഭകൾക്ക് ഇക്കാര്യത്തിൽ കുറച്ചുകൂടെ ക്രിയാത്മകമായി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമല്ലേ ഇത്? കാലഘട്ടമാണ്, പക്ഷേ എത്രമാത്രം പ്രാവർത്തികമാണെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്നില്ല. സഭ യഥാർത്ഥത്തിൽ ലക്ഷ്യം വിട്ടു പോകുന്നു എന്നൊരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ അങ്ങേക്ക് തോന്നുന്നുണ്ടോ? സഭ ലക്ഷ്യം വിട്ടു പോകുന്നു എന്ന് തന്നെ വേണം കരുതാൻ. കാരണം സഭയുടെ പ്രയോറിറ്റി ആത്മാക്കളെന്നുള്ളതിൽ ഉപരിയായി വസ്തുക്കൾ ആയിത്തീരുന്നു എന്നുള്ള സാഹചര്യമാണ് ഈ ആത്മാക്കളെക്കുറിച്ചുള്ള, അതായത് അങ്ങ് ചിന്തിക്കുന്നത് ഭൗതിക അനുഗ്രഹങ്ങൾ, ഭൗതിക വസ്തുക്കൾ, പ്രോസ്പെറിറ്റി, അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ ഇതിന് സമയം കിട്ടുന്നില്ല. ആത്മാവിൽ ആരംഭിച്ച് ജഡത്തിൽ അവസാനിക്കുന്നു എന്ന് എഴുതി വച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ബിബ്ലിക്കലി നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ഇപ്പോൾ ഒരു പ്രവാചകൻ വന്ന് ഇനിയൊന്നും പറയേണ്ട കാര്യമില്ല. ഇത് ഓൾറെഡി ഈ 66 പുസ്തകങ്ങളിൽ ഇതിൻ്റെ ബിഗിനിങ് ആൻഡ് എൻഡ് ഓൾറെഡി ഇറ്റ് ഈസ് റെക്കോർഡഡ് ആൻഡ് ഇറ്റ് ഈസ് സെഡ്. സോ ഒരു ദൈവ പൈതലിന് ഇന്ന് സംഭവിക്കുന്നതായിട്ടുള്ള എല്ലാ സംഭവങ്ങളുടെയും മുമ്പിൽ പുരികം ചുളിക്കേണ്ട ആവശ്യമില്ല, എന്നാൽ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഇതെല്ലാം വരാനുള്ളത് വഴി തങ്ങത്തില്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടാനുള്ളതല്ല, നാം പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ദൈവ പൈതലിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്പർ 1 പ്രയർ, നമ്പർ 2 പ്രയർ, നമ്പർ 3 പ്രയർ. അതാ പറഞ്ഞിരിക്കുന്ന, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഒന്നും സംഭവിക്കത്തില്ല. സോ വി ക്യാൻ ഡു സംതിങ് ത്രൂ പ്രയർ. അതിന് ഇപ്പോൾ പ്രയറിന് എത്രമാത്രം സമയം, ഇങ്ങനെ ഡിക്ലെയർഡ് പ്രേയേഴ്സ് നടത്താൻ അനേകരുണ്ട്. പക്ഷേ നീ നിൻ്റെ അറയിൽ കടന്ന് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രഹസ്യത്തിൽ നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്ന ആ പ്രാർത്ഥനയ്ക്ക് ഈ കാലയളവിൽ മുൻതൂക്കം കൊടുക്കേണ്ടിയിരിക്കുന്നു. നോട്ട് പരസ്യസ്ഥലത്തുള്ള ഡിക്ലെയർഡ് പ്രേയേഴ്സിനേക്കാൾ ഉപരി വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ചുരുക്കം ചില വ്യക്തികളുടെ പ്രാർത്ഥനയ്ക്ക് വലിയ സ്ഫോടനം ആഗോളതലത്തിൽ, അതാണ് ചരിത്രം തെളിയിച്ചിട്ടുള്ളത്. ചില വ്യക്തികൾ അവരുടെ ദൈവസന്നിധിയിലുള്ള അവരുടെ സമർപ്പണവും അവരുടെ ആത്മാർത്ഥതയോടുകൂടിയുള്ള പ്രാർത്ഥനയും ദൈവം മാനിച്ചു എന്നുള്ള, ദൈവം ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക്
മറുപടി കൊടുത്തതായിട്ട് നാം വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള അനേക പ്രാർത്ഥനാ വീരന്മാർ, ജോർജ് മുള്ളറിനെ പോലെയും മൂഡിയെ പോലെയും വലിയ വലിയ ഒത്തിരി പേരുടെ പേരെനിക്കറിയത്തില്ല, അനേക പ്രാർത്ഥനാ വീരന്മാർ, അവരാണ് വീരന്മാരെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാ വീരന്മാർ. പ്രസംഗ വീരന്മാരെയല്ല നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് പ്രാർത്ഥനാ വീരന്മാരെയാണ് ഈ കാലയളവിൽ ആവശ്യം. നമുക്ക് മടങ്ങി വരാം. ഈ ഏകദേശം ഒരു രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഏകദേശം ഒരു 25-30 വർഷത്തോളം ഈ കാലഘട്ടത്തിൽ സമൂഹത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആത്മീയ ഗോളത്തിൽ നിന്ന്, അതാണല്ലോ നമുക്ക് പ്രസക്തമായിട്ടുള്ളത്, ആത്മീയ ഗോളത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ട, അല്ലെങ്കിൽ തിരസ്കരണം, അതായത് മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷാ തലമല്ല എന്നതുകൊണ്ട് തിരസ്കരിക്കപ്പെട്ട അനുഭവങ്ങൾ വല്ലതുമുണ്ടോ? എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു യാഥാർത്ഥ്യം, ഞാൻ ചെയ്യുന്നതായ ഈ പ്രവർത്തനങ്ങൾ ഇത് യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ അപ്രീസിയേഷൻ കിട്ടുന്ന പ്രവർത്തന മേഖലകളല്ല. അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ അപ്രീസിയേഷൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് ഒരു മലയാളം വാക്യമുണ്ട്, എനിക്ക് എന്നെ അവർ ആക്സെപ്റ്റ് ചെയ്തില്ലല്ലോ, ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊന്നും അവരാരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖമൊന്നും എനിക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ചിന്തയെക്കുറിച്ച്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവത്തെക്കുറിച്ച്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം, ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നു ഞാൻ ആരായിരുന്നു എന്നുള്ളത്. ഞാൻ ഇപ്പോൾ ആരാണെന്നുള്ളതിനെ അല്ല, ഞാൻ ആരായിരുന്നു എന്നുള്ളതാണ് ഞാൻ കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ സമൂഹത്തിൽ നിന്നും ഒരു ആക്സെപ്റ്റൻസ് ഞാൻ ആഗ്രഹിക്കത്തില്ല. അത് ലഭിച്ചില്ലെങ്കിലും നിരാശ തോന്നാറില്ല. പക്ഷെ എങ്കിലും എൻ്റെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ദൈവം മറ്റുള്ളവരുടെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തത് കാണുമ്പം ഞാൻ എങ്ങനെ എൻ്റെ കർത്താവിനെ വിട്ട് ഞാൻ ഓടിപ്പോകും എവിടേക്കെങ്കിലും. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള പല കാര്യങ്ങളും സെക്കുലർ വേൾഡിൽ നിന്നാണ്, സ്പിരിച്വൽ വേൾഡിൽ നിന്നല്ല, സെക്കുലർ വേൾഡ്. അവർക്ക് ജീസസ് ക്രൈസ്റ്റിനെയോ അല്ലെങ്കിൽ സുവിശേഷത്തെയോ ഒന്നും അവർക്ക് ഒരു കാര്യമില്ല. പക്ഷെ അവരെ കൊണ്ട് ദൈവം എന്നെപ്പോലെയുള്ള ഒരു മനുഷ്യനെ സമൂഹത്തിൽ വേറിട്ട് കാണിക്കാനായിട്ട് അവർ ആഗ്രഹിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതെൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഞാൻ ഒരിക്കലും അവരുടെ പിന്നെ പാരിതോഷികങ്ങളിലോ അവർ എനിക്ക് വേണ്ടി ഒരുക്കിയ വേദികളിലോ ഒന്നും എൻ്റെ ശ്രദ്ധ പോയില്ല. അവിടെ എല്ലാം എന്നെ ചിന്തിപ്പിച്ചത് എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്നുള്ള ദൈവവചനമാണ്. അതുകൊണ്ട് ആരുടെയും മുകേഷ് അംബാനിയുടെ കാലേ വീഴാനോ അല്ലെങ്കിൽ എനിക്ക് എന്നെ പിന്നെ സിറ്റിസൺ ഓഫ് ഇയർ എന്ന് പറഞ്ഞ് എനിക്ക് 98 അവാർഡ് തന്ന കിരൺ ബേഡിയുമായിട്ട് തുടർന്ന് പരിചയം പുലർത്താനോ ഒന്നും ഞാൻ പോയില്ല. എല്ലായിടത്തും ഒരു കാര്യം എന്നെ ചിന്തിപ്പിച്ചു. എൻ്റെ പിതാവ് എന്നോട് എപ്പോഴും പറയുമായിരുന്നു, മോനെ, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത്. പിന്നീട് തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും. സോ ഐ എം ട്രൈങ് ടു ഡു ദാറ്റ്. അങ്ങനെ ആയി തീർന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ബട്ട് ഐ എം ട്രൈങ് ടു ഡു ദാറ്റ് സോ ദാറ്റ് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇനിയും അല്പകാലം കൂടി കർത്താവ് എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ആ പ്രവർത്തന മേഖലയിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കൊരു ആശയമുണ്ട്. വളരെ വലിയൊരു ചിന്തയാണ് അദ്ദേഹം നമ്മളോട് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. അതായത് സുവിശേഷ വേലയിൽ ചെറിയ ഒരു കാലയളവിൽ തുടരുമ്പോൾ തന്നെ നമ്മൾ ആരൊക്കെയോ ആയിത്തീരുന്നു എന്നുള്ളൊരു ചിന്ത നമുക്ക് തന്നെ പലപ്പോഴും തോന്നാറുണ്ട്. അത് പലപ്പോഴും നമ്മുടെ പതനത്തിലേക്കാണ് ചെന്ന് അവസാനിക്കാറുള്ളത്. എന്നാൽ ദൈവിക വേലയിൽ, ദൈവിക ദൗത്യത്തിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ എത്രത്തോളം നമുക്ക് താഴുവാൻ കഴിയുന്നുവോ, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ താഴാൻ ശ്രമിക്കുന്നിടത്തോളം
ദൈവം നമ്മെ ഉയർത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബ്രദർ റെനി ജോർജിൻ്റെ ജീവിതത്തിലൂടെ ആത്മീയ ലോകത്ത് അദ്ദേഹത്തിൽ നമ്മൾ കേട്ടതുപോലെ ആത്മീയ ലോകത്തിൽ നിന്ന് ലഭിച്ചതിനേക്കാൾ വലിയ ബഹുമതികൾ, ആദരവുകൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിലൂടെ ദൈവത്താൽ പുറം ലോകത്തിൽ നിന്ന്, പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൽ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇപ്പോൾ മനസ്സിലുള്ള ചിന്തകൾ? എനിക്ക് ഒരു ആഗ്രഹം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഇനിയും പിന്നെ സ്ഥലം വാങ്ങിക്കാനോ, ഞാൻ ഒരിക്കലും സ്ഥലം വാങ്ങിച്ചിട്ടില്ല, കെട്ടിടം വെച്ചിട്ടുമില്ല. പക്ഷേ ദൈവം എനിക്ക് ബിഗ് ഫെസിലിറ്റീസാണ് തന്നത്. അതെല്ലാം ഇപ്പോൾ വിടുക ഞാൻ. ഇനി എൻ്റെ ആഗ്രഹം, ജയിലുകളിൽ പോകും, ജയിൽ സുവിശേഷ പ്രവർത്തനം തുടർന്ന് നടത്തും. എന്നാൽ അതിലുപരിയായിട്ട് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്ന പ്രിപ്പയർ ഈ ദ വേ ഓഫ് ദ ലോർഡ്, ദൈവത്തിൻ്റെ വഴി ഒരുക്കുവീൻ, ഒരു ഭാഗമുണ്ട്. 40-30 ബി. കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത് യോഹന്നാൻ സ്നാപകൻ വന്നിട്ട് പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞു. യോഹന്നാൻ സ്നാപകൻ്റെ തല പോയി, കർത്താവ് കാൽവറി ക്രൂശിലും പോയി, അവർ പോയി. ഇനി കർത്താവ് വരാൻ പോവുകയാണ്. ഇപ്പോൾ കർത്താവ് വരാൻ പോകുന്നതിന് മുമ്പ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ശക്തി ലഭിച്ച ശേഷം യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായി തീരണം, സുവിശേഷം അറിയിക്കണം, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ ആഗ്രഹം അതാണ്, ഇനി ഒരു സഞ്ചാര സുവിശേഷകൻ എന്ന് പറഞ്ഞ് അങ്ങനെ ജെറ്റ് സെറ്റ് ഇവാഞ്ചലിസ്റ്റ് ഒന്നുമല്ല. എൻ്റെ ഇന്ത്യയിൽ, എൻ്റെ ഭാരതത്തിൽ, എൻ്റെ കർണാടകയിൽ, അതെവിടെയും ആകാം, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ, ജസ്റ്റ് വളരെ ലളിതമായ രീതിയിൽ കടന്നുപോയി ഒരു സുവിശേഷ പ്രവർത്തകനായി ജീവിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിനുവേണ്ടി ദൈവം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണെങ്കിലും മൂലധനമോ സ്റ്റേജുകളോ അങ്ങനെ ഒന്നും ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല. എന്നാൽ ഇതെല്ലാം ചെല്ലുന്ന വഴിക്ക് കഴുത കാണും, ആരും ഉപയോഗിക്കാത്ത കഴുത കാണും, പിടിച്ചുകൊണ്ട് വരാം, അതൊക്കെ പറഞ്ഞ് കാലം ഇത്രയും മാറിയത് കൊണ്ട്, ഇപ്പോഴത്തെ ടെക്നോളജിയൊക്കെ മാറിയത് കൊണ്ട് വ്യത്യാസം കാണും. അതൊക്കെ ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഐ വോണ്ട് ടു ബി എ സ്പോക്സ്മാൻ ഓഫ് ലൈക്ക് ദ മെസ്സേജ് ഓഫ് ക്രോസ്. അത് ഏത് രീതിയിലാണെങ്കിലും ഇനി ഒരു അല്പകാലം കൂടെ, എനിക്കിപ്പോൾ 65 വയസ്സായി, മിനിമം 5 വർഷം കൂടെ എനിക്കുള്ളൂ, ഏറെയായാലും 80 ഉള്ളൂ. ഇത്രയും തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും മർദ്ദനം ഏറ്റുവാങ്ങിയ ഈ ശരീരം ഇന്നും ജീവനോടിരിക്കുന്നത് ഒരു അത്ഭുതമാണ്. എനിക്ക് കിട്ടിയ മർദ്ദനം ഒരു മരത്തിന് കിട്ടിയിരുന്നെങ്കിൽ ആ മരം എന്നേ ഉണങ്ങിപ്പോകുമായിരുന്നു ഞാൻ എപ്പോഴും പറയും. അതുകൊണ്ട് ദൈവം എനിക്ക് ഇനിയും തരുന്ന അല്പകാലം ഒരു ജസ്റ്റ് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. അതിന് പിന്നെ വാട്ട് എവർ ഇറ്റ് ഈസ്, ദിസ് ഈസ് മൈ ഡിസയർ. അതിനൊരു ശക്തിയുണ്ട്, സുവിശേഷത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതിനെ വെല്ലാൻ മറ്റൊന്നുമില്ല. നാം അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ തീർച്ചയായും ഐ ബിലീവ് ദീസ് ആർ ദ ലാസ്റ്റ് ഡേയ്സ്. അപ്പോൾ ഗോഡ് വിൽ ഡു ദി റെസ്റ്റ് ലൈക്ക് സോ. അപ്പം ഞാൻ എന്നെ തന്നെ അതിനുവേണ്ടി സമർപ്പിച്ച് ഇനിയുള്ള ദിവസങ്ങൾ വളരെ സങ്കീർണമായ ദിവസങ്ങളായി ഞാൻ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ ഐ എം വെരി ആങ്ഷ്യസ്, വളരെ പ്രതീക്ഷയോടുകൂടി ഐ എം ഹാവിങ് ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻ, എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്, അറ്റംപ്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്. അതുകൊണ്ട് ഇനിയിപ്പം എങ്ങനെയാ, ഗ്ലോബൽ ഇവാഞ്ചലൈസേഷനൊന്നും അല്ല, കർത്താവ് എന്നെ എല്ലാ സ്ഥലങ്ങളും കൊണ്ടുപോയി. അമേരിക്കയിൽ പോയി, ഓസ്ട്രേലിയയിൽ പോയി, ഗൾഫ് കൺട്രീസിൽ പോയി, ആഫ്രിക്കയിൽ പോയി, യൂറോപ്പിൽ പോയി, എല്ലാം പോയി. ഭൂഖണ്ഡങ്ങളിൽ തന്നെ യാത്ര ചെയ്തു, ഭൂഖണ്ഡങ്ങളിലൊക്കെ എല്ലാം പോയി. അതിൻ്റെ അവസാനം എന്നെ മനസ്സിലാക്കി, ഇതൊക്കെ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളായിരുന്നു. ഒരു കാലത്ത് ചെറുപ്രായത്തിൽ നീ അമേരിക്ക എന്ന് പറഞ്ഞ് നീ ആഗ്രഹിച്ചു, അതിനുവേണ്ടി മാത്രം നിന്നെ കൊണ്ടുപോയി. പക്ഷെ അവിടെയൊക്കെ പോയി നീ സാക്ഷ്യം പറഞ്ഞു. പക്ഷേ നിന്നെക്കുറിച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത്, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. നീ ജീവിക്കുന്ന സ്ഥലത്ത് നീ ഒരു സാക്ഷിയായിരിക്കണം. നിൻ്റെ ദേശത്ത് അനേക കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൻ്റെ ഒരു വാക്യം കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടി. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാം വാക്യമാണെന്ന് തോന്നുന്നു. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എൻ്റെ മുഖം കാണുകയില്ല എന്ന് പറയുന്നത്. യെരുശലേം എന്ന് പറഞ്ഞ് അതിനുശേഷം അപ്പം
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ ഒറീസയിലും ഛത്തീസ്ഗഡിലൊക്കെ പോയി ട്രൈബൽ വില്ലേജസിൽ പോയി ട്രൈബൽസിൻ്റെ കൂടെ സമയം ചിലവഴിക്കാനൊക്കെ ദൈവം എനിക്ക് അവസരം തന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. സോ ഐ ആം റിയലി എക്സൈറ്റഡ് എബൌട്ട് മൈ ഫ്യൂച്ചർ. അപ്പോൾ കർത്താവ് അങ്ങനെയുള്ള അവസരങ്ങൾ തരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ കാത്തിരിക്കുക. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാലഘട്ടത്തിൽ, നല്ല കാലഘട്ടത്തിൽ, ഒരു കുറ്റകൃത്യത്തിലൂടെ ജയിലിലേക്ക്, അവിടെ നിന്നൊരു സുവിശേഷകനായി പുറത്തേക്ക്, അവിടെ നിന്ന് വീണ്ടും സുവിശേഷ ദൗത്യങ്ങളുമായി വീണ്ടും ജയിലിലേക്ക്, ജയിലിലുള്ള കുറ്റവാളികളെ തേടിയുള്ള യാത്രകൾ, അവരുടെ മക്കളെ തേടിയുള്ള യാത്രകൾ, അവരെ സംരക്ഷിക്കാനുള്ള ബദ്ധപ്പാടുകൾ. അപ്പോൾ ജയിൽ സുവിശേഷീകരണം എന്നുള്ള ഒരു സഭാ ദൗത്യം എന്നതിന് അപ്പുറം ഒരു സാമൂഹ്യ ദൗത്യം കൂടെയാണ്. അതായത് അനവധി കുറ്റവാളികളെ വീണ്ടും കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കാതെ തുറന്നു വിടുന്ന അവരുടെ ജീവിതാവസ്ഥകളിൽ അവർ വീണ്ടും മലീമസമായി തീരുന്ന ഒരവസ്ഥയിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവന്ന നല്ല വ്യക്തികളാക്കി തീർക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ജയിൽ സുവിശേഷകർക്കുള്ളത്. അപ്പോൾ ജയിൽ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ വളരെ ശക്തമായി നിലകൊള്ളുന്ന അനവധി പ്രസ്ഥാനങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. അവരോട് അങ്ങേക്ക് പറയാനുള്ളത് എന്തൊക്കെയാണ്? അങ്ങനെയുള്ളവരെ കുറിച്ച് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ ട്രെയിനിങ് പ്രോഗ്രാംസൊക്കെ നടത്താറുണ്ട്. കാരണം ഈ ജയിലിൽ കിടക്കുന്നവരുടെ മാനസിക അവസ്ഥയെക്കുറിച്ചും അവരുടെ സ്വഭാവ വൈകൃതങ്ങളെക്കുറിച്ചുമൊന്നും വലിയ അറിവ് ഈ പുറത്തുള്ളവർക്കില്ല. അപ്പോൾ ജയിലിൽ പോകുന്നവർ എങ്ങനെ വേണം ഈ തടവുകാരുമായി പ്രയോറിറ്റി ഈസ് ഗോസ്പൽ, എന്നാൽ അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഇമോഷണൽ സൈക്കോളജിക്കൽ ആസ്പെക്ട്സും കൂടി നമ്മൾ അറിഞ്ഞിരുന്നാൽ അത് കുറച്ച് സഹായകമാണ്. അപ്പോൾ അങ്ങനെയുള്ള മേഖലയിൽ ഈ ജയിലിൽ പോകുന്ന പ്രവർത്തകരെ നമ്മൾ അവരെ ട്രെയിൻ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അവരുമായിട്ട് നെറ്റ്വർക്കിംഗ് ഉണ്ട്. എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുകയും അവർ ചെയ്യുന്ന അവരെ അപ്രിഷ്യേറ്റ് ചെയ്യും. കാരണം സാധാരണ ഇന്നത്തെ കാലത്ത് ആരും ജയിലുകളിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതിന് സമയം കണ്ടെത്താൻ വളരെ ചുരുക്കം പേരേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരെ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അവരെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ആ ഒരു രീതിയിലാണ് ഞാൻ തുടരുന്നത്. ഓക്കെ. ഇപ്പോൾ ഈ പ്രിസൺ മിനിസ്ട്രിയിലൂടെ കർണാടകയിൽ മാത്രമാണോ പ്രവർത്തനം, അതോ ഓൾ ഇന്ത്യ ലെവലിലുണ്ടോ, കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ, എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ആ ഒരു പ്രവർത്തനം കൊണ്ടുപോകുന്നത്? പ്രിസൺ ഫെലോഷിപ്പ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ കാര്യമായിട്ട് കേരളത്തിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലുമുണ്ട്. ബാക്കിയുള്ള സ്റ്റേറ്റുകളിലൊന്നും പ്രിസൺ ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനമായിട്ടില്ല. എന്നാൽ എല്ലാ സ്റ്റേറ്റുകളിലും ദൈവം ഓരോരുത്തരെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ പല സ്റ്റേറ്റുകളിലും ഈ ദിവസങ്ങളിൽ ഞാൻ പോകുമ്പോൾ അവിടെ ലോക്കൽ ആൾക്കാർ ജയിലിൽ പോകാനായിട്ട് പെർമിഷൻ വാങ്ങിച്ച് പോകുന്നുണ്ട്. അവരുടെ കൂടാണ് ഞാൻ ആ സ്ഥലങ്ങളിൽ പോകുന്നത്. അവർ എന്നെ കൊണ്ടുപോകും. ആ സ്ഥലങ്ങളിൽ പോയി ജയിലിൽ കഴിയുന്ന തടവുകാരോട് ഞാൻ എൻ്റെ സാക്ഷ്യം പറയും. ഞാൻ പറയും ഒരു മതപരമായ വിഷയമല്ല, ഇത് റിലേഷൻഷിപ്പാണ്. ജീസസ് ക്രൈസ്റ്റ് അല്ലാതെ ആരും 2 ക്രിമിനൽസിൻ്റെ മധ്യത്തിൽ വധശിക്ഷ ഏറ്റുവാങ്ങിയതായി ചരിത്രമില്ല. ഇത് ലോകത്തിൽ ചരിത്ര സംഭവമാണ്. ലോകത്തിൽ ഒരു വ്യക്തിയും നമ്മളെപ്പോലുള്ള ക്രിമിനൽസിനെ സ്നേഹിക്കുകയും ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യില്ല. അപ്പോൾ യേശുക്രിസ്തു മാത്രമാണ് അന്ന് തന്നെ ആ ക്രിമിനലിൽ ഒരാളെ തന്നോടുകൂടെ പർദീസയിൽ കൊണ്ടുപോയെന്ന് ആധികാരികമായി രേഖകളുള്ളൂ. യേശുക്രിസ്തു മാത്രമേ ലോക ചരിത്രത്തിൽ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്തുള്ളൂ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ യേശുക്രിസ്തു അവൻ്റെ ആ മനുഷ്യത്വവും ദൈവത്വവും നമുക്ക് വലിയ പ്രയാസം കൂടാതെ തടവുകാരുടെ മുമ്പിൽ നമുക്കത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പരിശുദ്ധാത്മാവ് സഹായിക്കുമ്പോൾ. അപ്പോൾ ഇതിൽ ആകർഷിതരായി ഒരു ഭാഗം ആൾക്കാർ, എൻ്റെ കണക്കുകൂട്ടിൽ ഒരു ലെസ് ദാൻ 10% ആൾക്കാരെ മുമ്പിൽ വന്നിരിക്കത്തുള്ളൂ. ഒരു 4000 പേരുള്ള ജയിലിൽ പോയാൽ നമ്മുടെ മുമ്പിൽ ഒരു 100 പേരൊക്കെ വരത്തുള്ളൂ. അത് ലെസ് ദാൻ 10%. അപ്പോൾ ഈ വന്നിരിക്കുന്ന 100 പേരിൽ ഈ 15-20 പേരോളം അന്നത്തെ മീറ്റിങ്ങിൽ ഹൃദയം തകർന്ന് അനുതാപ ഉള്ളവരായി അവർ ഓൾട്ടർ കോൾ കൊടുക്കുമ്പോൾ അവർ മുന്നോട്ട് വന്ന് നമ്മുടെ മുമ്പിൽ പ്രാർത്ഥനയ്ക്കായി മുട്ടുകുത്തുന്നു. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അവരെ അവിടെയുള്ള ജയിലിലുള്ള മറ്റ് രക്ഷിക്കപ്പെട്ട തടവുകാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ പോരുന്നു. വീണ്ടും അടുത്ത ഞായറാഴ്ച ചെല്ലുമ്പോൾ അവർ ഒരു പടി കൂടി വളരും. അങ്ങനെ
ഞാൻ പോകുന്ന ജയിലുകളിലെല്ലാം ഇങ്ങനെയുള്ളൊരു ഫെലോഷിപ്പുണ്ട്. അവർ പുറത്ത് വരുമ്പോൾ അവരെ നമ്മൾ പുനരധിവസിപ്പിക്കും. ഓൾറെഡി ജയിലിൽ നിന്നും റിലീസായി പുറത്ത് വന്ന ആൾക്കാരെ ഞാൻ അവരുടെ മേഖലകളിൽ ഉയർത്തി അവർ സ്വയമായി ഇപ്പോൾ മിഷണറീസായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ലൈൻ ലീഡർഷിപ്പും കർണാടകത്തിലായിട്ടുണ്ട്. ഇതിന് ഞാൻ ദൈവത്തോട് വളരെ നന്ദിയുള്ളവനാണ്. ഒന്നുമില്ലാത്തവനായ എനിക്ക് ഈ അല്പകാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചത് ഞാൻ വലിയ ഒരു അനുഗ്രഹമായിട്ട് കണക്കാക്കുകയാണ്. ഇത്രയും വലിയ ഒരു കുറ്റം ചെയ്തു, ജയിൽ ശിക്ഷ അനുഭവിച്ചു, പുറത്തു വന്നു. കൊല്ലപ്പെട്ടത് ബന്ധുജനങ്ങളിൽപ്പെട്ടവർ തന്നെയാണ്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ പുറത്തു വന്നപ്പോൾ ബന്ധുക്കളിൽ നിന്നുള്ള പ്രതികരണം അന്ന് എങ്ങനെയായിരുന്നു? ഇപ്പോഴവരെങ്ങനെയാണ് ബ്രദർ റെനി ജോർജിനെ കാണുന്നത്? എൻ്റെ ബന്ധുക്കളെല്ലാവരും എൻ്റെ സംഭവത്തിൽ വളരെ ദുഃഖിതരും അമർഷമുള്ളവരുമായിരുന്നു. എനിക്കുണ്ടായ മാനസാന്തരം ആദ്യഘട്ടത്തിൽ അവർ വിശ്വസിച്ചില്ലെങ്കിലും പിൽക്കാലത്ത് എനിക്ക് ലഭിച്ച അവസരങ്ങളിലെല്ലാം ഞാൻ അവരോട് വ്യക്തിപരമായി എൻ്റെ മാതാപിതാക്കൾ ഉൾപ്പെട്ടു നിന്ന വിശ്വാസ സമൂഹത്തോട് പൊതുവിലും എപ്പോഴും ഞാൻ ചെയ്തു പോയ തെറ്റിന് ക്ഷമ ചോദിക്കുകയും കർത്താവിൻ്റെ നാമത്തിൽ, ദൈവനാമത്തിൽ എന്നോട് ക്ഷമിക്കണമെന്ന് അവരോട് അഭ്യർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്തതുകൊണ്ട് അവരെല്ലാവരും എന്നെ സ്നേഹിക്കുകയും എന്നോട് ക്ഷമിക്കുകയും ചെയ്തു. അതെൻ്റെ ആത്മീക ജീവിതത്തിൽ ഒരു വലിയ സപ്പോർട്ടായിട്ട് മാറി. വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ കേസിൽപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട് ജയിൽ മോചിതരാകുന്നവർ പിന്നീട് ഒരിക്കലും അവരുടെ പഴയ കാര്യങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുകയോ അവർ പറയുകയോ ഒന്നും ചെയ്യത്തില്ല. എന്നാൽ എൻ്റെ കാര്യത്തിൽ ഞാൻ ഒന്നൊന്നായി എൻ്റെ എല്ലാ പാപങ്ങളും, ഞാൻ ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും, എൻ്റെ ഓർമ്മയിൽ വന്ന എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ഞാൻ പോയി അതിനിരയായ വ്യക്തികളോട് ഞാൻ ക്ഷമ ചോദിച്ചു. അങ്ങനെ എല്ലാ കല്ലുകളും ഞാൻ മറിച്ചിട്ട് ആ കല്ലിനടിയിൽ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ചിലരെ കാണുമ്പോൾ അവരോട് തെറ്റ് ചെയ്തത് എൻ്റെ ഓർമ്മയിൽ വരുമ്പോൾ അവരോട് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ ജീവിതത്തിൽ ആത്മീകമായി എന്നെ ദൈവം സഹായിക്കുന്നതായ ഒരു വലിയ കാരണം. അതെ, തെറ്റുകളെ ഏറ്റുപറയാനുള്ള ഒരു മനസ്ഥിതി, ആ മനസ്ഥിതിയിലൂടെ ദൈവത്തിൻ്റെ പാപക്ഷമ നമുക്കും ലഭിക്കും. അതെ, അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവും നിയന്ത്രണവുമായി ഞാൻ കണക്കാക്കുകയാണ്. ഞാൻ എന്തോ ആയി, ഞാൻ പിന്നെ ഹല്ലേലൂയ സ്തോത്രം പറയുന്നവനാണ്, അന്യഭാഷ പറയുന്നവനാണെന്നൊക്കെ മാത്രം ചിന്തിച്ച് നടക്കുന്നവനല്ല. ഇപ്പോഴും ചില മറഞ്ഞു കിടക്കുന്ന ചില പാപങ്ങൾ എന്നെ ദൈവം ഉണർത്തിക്കുന്നതായ ഒരു സാഹചര്യം എന്നിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായി ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കും, എൻ്റെ ദൈവമേ നീ അത് ക്ഷമിച്ചതിനായി സ്തോത്രം. പിന്നീട് അതിനിരയായ വ്യക്തികളെ ഞാൻ നേരിട്ട് ഫോൺ ചെയ്യുകയോ ഇല്ലെങ്കിൽ കാണുകയോ ചെയ്യുമ്പോൾ ഞാൻ ഒരു ലജ്ജയും കൂടെ ഞാൻ പറയും, ഇങ്ങനെ ഞാൻ അന്ന് ചെയ്തതാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ അവരെന്നെ കെട്ടിപ്പിടിച്ച് അവരും കരയും. ഇത് വലിയൊരു ഹീലിംഗ് ആയിട്ട് ഞാൻ എനിക്ക് അനുഭവിക്കുന്നു. ഇതിന് വലിയൊരു ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിത്യേനയുള്ള മാനസാന്തരം ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം, ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായ ഒരു കാര്യമാണെന്ന് ബ്രദർ റെനി ജോർജ് തൻ്റെ ജീവിതത്തിൽ പുലർത്തി വരുന്ന ഏറ്റവും ശ്രദ്ധേയമായ ശ്രേഷ്ഠമായ ഒരു ജീവിതശീലം. ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം നമുക്കും ആ ശീലം മാതൃകയാക്കാൻ തക്കണം നമുക്ക് ഇടയാകട്ടെ. കാരണം പലപ്പോഴും ജീവിതത്തിൽ സംഭവിച്ച ഒരു തെറ്റിനെ അല്ലെങ്കിൽ തെറ്റുകളെ ദൈവത്തോടുള്ള ഒരു വാക്കിലൂടെ പറഞ്ഞ് ഉപേക്ഷിച്ച് അതിനെ മറച്ചുകൊണ്ട് നടക്കുന്ന ഒരു ശീലമാണ് പലപ്പോഴും ദൈവസഭാംഗങ്ങൾക്കുള്ളത്. എന്നാൽ ആ വ്യക്തികളോട് തന്നെ അത് ഏറ്റുപറഞ്ഞ് അതിന് പരിഹാരം വരുത്തി ദൈവത്തിൻ്റെ നന്മകളെ കൂടുതൽ പ്രാപിക്കാൻ നമുക്ക് കഴിയണമെന്നാണ് അദ്ദേഹം തൻ്റെ വാക്കുകളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ബന്ധിതരായരെ മോചിപ്പിക്കുക, തടവുകാരെ പോയി കാണുക അല്ലെങ്കിൽ അവരെ മോചിപ്പിക്കുക, അവരെ സഹായിക്കുക എന്നുള്ളതൊക്കെ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ള, ദൈവസഭയോട് പറഞ്ഞിട്ടുള്ള ചെയ്തു തീർക്കേണ്ട കടപ്പാടുകളും കടമകളുമാണെന്ന് ദൈവവചനം വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്.
എന്നാൽ ഇന്നത്തെ സഭാ സമൂഹത്തിൻ്റെ സാഹചര്യങ്ങളിൽ പലപ്പോഴും അതിനുള്ള അവസരങ്ങൾ കാണുന്നില്ല. അല്ലെങ്കിൽ ജയിലറകളിൽ പോകുന്ന വിശ്വാസികളോ ശുശ്രൂഷകരോ തന്നെ വളരെ ചുരുക്കമായിരിക്കുന്നു. ചെയ്തു പോയ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ടെന്നുള്ള ക്ഷോഭത്തിൽ ചെയ്തു പോയ കുറ്റം കൊണ്ടോ, അല്ലെങ്കിൽ ഒരു നിമിഷത്തിൽ പറഞ്ഞു പോയ പ്രവർത്തിച്ചു പോയ ആ ഒരു തെറ്റുകൾ കൊണ്ടോ തടവറയ്ക്കുള്ളിലാക്കപ്പെട്ടവർ, അവർ എത്ര അനുദപിച്ചാലും, ദൈവം അവരുടെ പാപത്തെ ക്ഷമിച്ചാലും, അവരുടെ കുറ്റങ്ങളെ ക്ഷമിച്ചാലും, സമൂഹം അല്ലെങ്കിൽ ഇന്നത്തെ ആത്മീയ സമൂഹം അവരെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു വേദന നിറഞ്ഞ അനുഭവം കൂടെ ഇന്ന് നമ്മുടെ ഇടയിൽ കാണുന്നുണ്ട്. ദൈവസഭയോട് അങ്ങേക്ക് പറയാനുള്ളത് എന്താണ്? യഥാർത്ഥമായി ക്രിസ്തുയേശുവിൽ കൂടെയുള്ള പാപക്ഷമ പ്രാപിച്ച ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്യേണ്ടതായിട്ടുള്ള 4 കാര്യങ്ങൾ വ്യക്തമായി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതാണ്. യേശു പറഞ്ഞത്, ഞാൻ വിശന്നവനായിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എനിക്ക് വസ്ത്രം നൽകി. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു. ഞാൻ ജയിലിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോൾ അറിയാമല്ലോ, ഒരു കൂട്ടർ പറഞ്ഞു, കർത്താവേ ഞങ്ങൾ നിന്നെ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പം കർത്താവ് എന്താ പറഞ്ഞത്? ഈ ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എനിക്ക് ചെയ്തിരിക്കുന്നു. അതൊന്നാമത്. രണ്ടാമത്തെ കാര്യം ഐസയ ചാപ്റ്റർ 61, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടുവാനും ബദ്ധന്മാർക്ക് വിടുതലും തടവുകാർക്ക് സ്വാതന്ത്ര്യവും എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് പോവുക. അപ്പോൾ ഇതിൽ നിന്നും വളരെ നിർബന്ധമായി നമ്മുടെ രക്ഷിക്കപ്പെട്ട സകല മനുഷ്യരുടെ മേലുമുള്ള ഒരു നിർബന്ധമാണിത്. ആർക്കും ഇതിൽ നിന്നും ഒഴികഴിവില്ല. എന്തെങ്കിലും കാരണവശാൽ നമുക്കത് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നവരെ നാം സഹായിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരു ഒഴികഴിവും അവിടെ നമുക്ക് അനുവദനീയമല്ല. ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ ഈ പ്രസംഗ ശുശ്രൂഷ മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് വിചാരിക്കുകയോ, അല്ലെങ്കിൽ ഞാൻ ഇന്നത്, അങ്ങനെ ആർക്കും ഒഴികഴിവ് പറയാൻ പറ്റത്തില്ല. നമ്മൾ നിർബന്ധമായും ഈ 4 കാര്യങ്ങളും നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം തുടർന്നു കൊണ്ടിരിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കുവാനുള്ള യോഗ്യതയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇത് നിർബന്ധം നമ്മുടെ മേൽ കിടക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു എന്ന് പറയുന്നത് ഈ വിഷയങ്ങളിലാണ്. അതിൽ നിന്നും ഒരു വിശ്വാസിക്കും ഒഴികഴിവില്ല. ഒന്നിനെയും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഇന്നത് ചെയ്യുന്നത് കൊണ്ട് ഇന്നതിൽ നിന്ന് ഞാൻ ഒഴികഴിവുള്ളവനാണെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ എന്തെങ്കിലും കാരണവശാൽ നമുക്കിത് ചെയ്യാൻ കഴിവില്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരെ നാം സഹായിക്കണം. ഇത് സഭയുടെയും സഭാവിശ്വാസികളുടെയും ദൗത്യമാണ്. ഇത് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ നേരെ നിൽക്കാൻ പറ്റത്തില്ല. അവിടെ ചെല്ലുമ്പോൾ തല കുനിച്ച് നിൽക്കാനേ പറ്റത്തില്ല. വളരെ നന്ദി ഇത്രയും സമയം ഹാർവസ്റ്റ് ടി വിയുടെ പ്രേക്ഷകരോട് അനുഭവങ്ങൾ പങ്കിട്ടതിന്. ഏകദേശം 32 വർഷത്തോളം ആത്മീയ ശുശ്രൂഷയിൽ വളരെ ശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നതിനിടയായി തീർന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു രൂപാന്തരം ജീവിതത്തിൽ അനുഭവിച്ച് പുതിയൊരു ജീവിത തലത്തിലേക്ക് മാറുന്നതിനിടയായി അനവധി ജീവിതങ്ങൾക്ക് ദൈവിക രക്ഷയെ കാട്ടിക്കൊടുക്കുന്നതിന് ബ്രദർ റെനി ജോർജിനെ ദൈവം ഉപയോഗിച്ചു. അതിശ്രേഷ്ഠമായ തലത്തിൽ ഇനിയും അധികമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് ഹാർവസ്റ്റ് ടി വി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തികച്ചും ദൈവത്താൽ സ്പർശിക്കപ്പെട്ട ഒരു ജീവിതത്തിലൂടെ സമൂഹത്തിന് ചെയ്ത വലിയ സേവനങ്ങളെക്കുറിച്ചാണ് ബ്രദർ റെനി ജോർജിലൂടെ ഇതുവരെയും നാം കേട്ടത്. വരും ദിവസങ്ങളിൽ തളർന്നു പോകുന്ന ജീവിതങ്ങളെ കൈപിടിച്ചുയർത്തുവാൻ, ബദ്ധന്മാർക്ക് വിടുതലും തടവുകാർക്ക് സ്വാതന്ത്ര്യം കൽപ്പിക്കുവാൻ, ദൈവത്താൽ നമ്മളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ സാഹചര്യങ്ങളും താലന്തുകളും അനുസരിച്ച് അനേകരെ നന്മയിലേക്ക് നയിക്കുവാൻ സർവശക്തനായ ദൈവം പ്രേക്ഷക സമൂഹത്തെ സഹായിക്കട്ടെ. വീണ്ടും അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി മടങ്ങി വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.